നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ഞാൻ 2 പൈൽ വയ്ക്കാം. പൈലിൻ്റെ പിക്ചേഴ്സ് ഞാൻ ഇവിടെ കൊടുക്കാം. എൻ്റെ കയ്യിൽ വെക്കാനുള്ള ഒന്നുമില്ല. ഓക്കെ, ഒരു ക്യാറ്റും ഡോഗും. ഓക്കെ, ആദ്യത്തെ പൈൽ ക്യാറ്റാണ്. ഓക്കെ, രണ്ടാമത്തെ പൈൽ ഡോഗാണ്. ഓക്കെ, പൂച്ചയും നായും. ഓക്കെ, ഫസ്റ്റ് പൈൽ പൂച്ച, സെക്കൻഡ് പൈൽ നായ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഞാൻ പിക്ചേഴ്സ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ കാർഡ്സ് എടുത്തിട്ട് നമുക്ക് സിറ്റുവേഷനെ കുറിച്ച് പറയാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചൊരു എന്താ പറയുക ഐഡിയ നമുക്ക് നോക്കാം. ഇപ്പം എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കുന്നത്, എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ ആൻഡ് അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഗൈഡൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, കാർഡ്സ് ഞാൻ ഇവിടെ എടുത്ത് വെക്കും, എന്നിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പൈലിൻ്റെ ആക്ച്വലി ഗൈഡൻസിനൂടെ കാർഡ് വേണം, ഞാൻ എടുക്കാം. ഇത് പൈൽ സ്പേസ് ഇവിടെ. പൈൽ 2, പൈൽ 2-നുള്ള കാർഡ്സ്. ഓക്കെ, ഇതിൻ്റെ കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് ഒറക്കിൾ കാർഡ്സ്. ഓക്കെ, നമുക്ക് ഇത് പൈൽ 1 ക്യാറ്റ് ആയിരിക്കും, പൈൽ 2 ഡോഗ് ആയിരിക്കും. ഓക്കെ, വേറെ ഒന്നും എനിക്കിവിടെ വെക്കാനില്ല കേൾക്കാൻ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൈൽ 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഇതുകൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. റൊമാൻസ് ഏഞ്ചൽസിന് മെസ്സേജസ് കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ജസ്റ്റ് ഒരു എന്തെങ്കിലും അഡ്വൈസ് ആയിട്ട് കൂടി കിട്ടുമോ നോക്കാം. ഓക്കെ, നമുക്ക് പൈൽ 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ലാസ്റ്റ് നോക്കാം. ആൻഡ് ആദ്യം നമുക്ക് ടാരോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടാരോയിൽ നിന്ന് വരുന്ന മെസ്സേജസ്. Ten of Wands, 4 of Cups, 7 of Cups. ഇവിടെ വയ്ക്കാം ഞാൻ. ആൻഡ് വേൾഡ് കാർഡ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ. ഗുഡ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബേർഡൻ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു സിറ്റുവേഷൻ അത്ര നല്ലതല്ല എന്ന രീതിക്കും നിങ്ങളുടെ ഐ തിങ്ക് ഒരാളായിരുന്നു എല്ലാ ബേർഡനും എടുത്തിട്ടുണ്ടായിരുന്നത് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളായിരിക്കാം, ഓക്കെ, കൂടുതലും നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും, നിങ്ങളായിരിക്കും എല്ലാ എഫേർട്ടും ഈ റിലേഷൻഷിപ്പിൽ ഇട്ടുകൊണ്ടിരുന്നത്. നിങ്ങളുടെ മേലെ ഫുൾ ബേർഡൻ വരുന്ന പോലെ, അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ വളരെയധികം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്ന രീതിയിലാണ്. അത് ഐ തിങ്ക് നിങ്ങളും നിങ്ങളുടെ പേഴ്സണിന് ഒരുപാട് നിങ്ങൾ കെയർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അവരോട് ആ സ്നേഹം കാണിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരെപ്പോഴും നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്ത ലക്ഷണമാണ്. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ വേറെയും കാര്യങ്ങളുണ്ടായിരുന്നു എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വേറെ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ അത് എന്തും ആവാം. ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെ എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, അവർക്ക് വേറെ ബേർഡൻസ് വേറെ പല കാര്യങ്ങളും അവരുടെ ലൈഫിലുണ്ടായിരുന്നു. ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, ജോലി കാര്യങ്ങളാവാം, ഫൈനാൻഷ്യൽ സ്ട്രെസ് ആവാം, എന്തും ആവാം. ഓക്കെ, പക്ഷേ അങ്ങനത്തെ കാര്യങ്ങൾ കാരണം ഐ തിങ്ക് നിങ്ങളെപ്പോഴും അവരെ പിന്നാലെ ഇങ്ങനെ നടന്ന് മേ ബി നിങ്ങൾ അവരോട് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ലക്ഷണമാണ്. അത് കണ്ടു, നിങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, പക്ഷെ അവരെ മൈൻഡ് ചെയ്യുന്നില്ല, അവരതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ, അവർക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. മേ ബി അത് റീസെൻ്റ് ആയിരിക്കാം, മുമ്പ് ആദ്യം തൊട്ട് ഇങ്ങനെയെന്നല്ല പറയുന്നത് ഞാൻ, പക്ഷെ ഇപ്പോൾ ഈ റീസെൻറ്റ് പാസ്റ്റിൽ ഐ തിങ്ക് അങ്ങനെ ആയിരിക്കും നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ. ഓക്കെ, പക്ഷേ ഫ്യൂച്ചറിലേക്ക് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സിറ്റുവേഷൻ മാറി വരും. ഓക്കെ, ഇപ്പം എന്ത് തന്നെ മുൻപ് നടന്നിട്ടുണ്ടോ, പാസ്റ്റിൽ എന്ത് നടന്നിട്ടുണ്ടോ അത് മാറി വരും എന്ന രീതിക്കാണ്. ഓക്കെ, ഇവിടെ വേൾഡ് നമ്മുടെ ഓൾറെഡി എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ്. ആൻഡ് വീൽ ഓഫ് ഫോർച്യൂണും ലക്ക് എന്ന കാര്യമാണ് നമ്മൾ പറയാം. ഓക്കെ, വിധി, ഫെയ്റ്റ്. ഓക്കെ, വിധി അപ്പം നിങ്ങളുടെ ഭാഗത്തേക്ക് മാറി വരും. ഓക്കെ, ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് മാറി വരും എന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങൾ എന്ത് എഫേർട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ ഐ തിങ്ക് അതിനൊക്കെ തിരിച്ചിനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പോസിറ്റീവാണ്, എന്ത് നെഗറ്റീവ് ആണെന്നു ഇത്രയും കാലമെങ്കിൽ ഇനി പോസിറ്റീവ് ആവുന്നു എന്ന രീതിക്കാണ് നമ്മൾ പറയാം.
അല്ല ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും സ്ട്രെസ് ആയിരുന്നു എന്ന് വിചാരിച്ചോളൂ. ആ രീതിക്ക് നമുക്ക് പറയാം. നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ അവർക്ക് സ്ട്രെസ്ഫുൾ ആയിരുന്നു, അവർക്ക് ഒന്നിലും താല്പര്യമില്ലാത്തൊരു ലെവലിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അവർക്ക് മേ ബി അവരുടെ ബേർഡൻസ് കാരണമായിരിക്കാം അവരെന്തെങ്കിലുമൊക്കെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവും. അവരുടെ ലൈഫിൽ പല ബേർഡനും അവരുടെ ലൈഫിലുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ ആണെങ്കിൽ എനിക്ക് അവർ ഒരല്പം നിങ്ങളുടെ അടുത്ത് നിന്ന് എല്ലാത്തിൽ നിന്നും ഒരു ഡിസ്ട്രാക്ട് ആയിട്ട് ഒന്നിലും താല്പര്യമില്ലാത്ത മട്ടിലൊക്കെ നിങ്ങൾക്ക് തോന്നിക്കാണും. ആക്ച്വലി അങ്ങനെ തന്നെ അവരായി കാണും. അങ്ങനെ എന്നിട്ട് അവർക്ക് എല്ലാത്തിലും ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലൊക്കെ നിന്നിട്ടുണ്ടാകും. പക്ഷേ എന്തായാലും ശരിയായതിന് മാറ്റങ്ങളാണ് വരുന്നത്. എനിക്ക് പോസിറ്റീവ് മൂവ്മെന്റ്സ് ആണ് നമുക്ക് പറയാൻ പറ്റുക. വേൾഡ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ചില എൻഡിങ്, അതായത് ഈ സിറ്റുവേഷൻ്റെ എൻഡിങ് എന്ന് വെച്ചാൽ എൻഡിങ് എന്ന് പറയുമ്പോൾ അവസാനിക്കുന്നു എന്നല്ല, നിങ്ങൾ പേഴ്സണലായിട്ട് അവസാനിക്കുന്നു എന്നല്ല, ആ ഒരു സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അവർ നിങ്ങളോട് ഇത്രയും കാലം ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ കാണിച്ചു, അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തേക്ക് നല്ലൊരു രീതിയിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇത് എൻഡിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെയല്ല, പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു സിറ്റുവേഷൻ്റെ ഒരു മാറ്റം, ഒരു ചേഞ്ച് നമുക്ക് തീർച്ചയായിട്ടും കാണും. ഓക്കെ, സീക്രറ്റ്സ് ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് കൺഫ്യൂഷൻ, ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. ഓക്കെ, യെസ്, ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ മറിച്ചിട്ടുണ്ട്. എനിക്ക് അവർ ലൈഫിൽ അവരെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കാം അവരെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അവർ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവർക്ക് നിങ്ങൾ തമ്മിൽ എന്താണ് സിറ്റുവേഷൻ ഇപ്പം എന്താണെന്ന് തന്നെ അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ക്ലാരിറ്റി അവർക്ക് കിട്ടാത്തൊരു ലെവലിലാണ്. ഇനി വരുന്ന പക്ഷെ മെൻഡിങ് ആണ്. ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എന്നാണ്. സോ തീർച്ചയായിട്ടും നമ്മളിവിടെ വേൾഡ് കാർഡ് പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ഒരു അവർ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ തമ്മിലൊരു ബെറ്റർ ഇതിലേക്ക് വരുന്നു. മെൻഡിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഹീൽ ആവുന്നു, റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നു എന്ന രീതിയിലാണ്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്ന രീതിയിൽ. ഓക്കെ, കെമിസ്ട്രി ആൻഡ് റിലീസ് യുവർ എക്സ്. ഓക്കെ, ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ആണ് നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. ഓക്കെ, ഇവിടെ റിലീസ് യുവർ എക്സ് ഉണ്ട്. ദിസ് ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി. ഓക്കെ, ഇവിടെ എനിക്ക് ഇത് നിങ്ങളുടെ ഭാഗത്തല്ല, മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടാവാം, മുൻപ് ഉണ്ടായിരുന്നിരിക്കാം. നമ്മൾ ഓപ്ഷൻസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു തേർഡ് പാർട്ടി പേഴ്സൺ ആയിരിക്കാം. അതിൽ നിന്ന് അവർ വിട്ട് വരാൻ ഐ തിങ്ക് അവരുടെ എനർജി അവർ ക്ലിയർ ആക്കും. എനിക്ക് എന്തായാലും ആക്കും എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ അവർ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ബെറ്റർ ആക്കണം എന്നല്ലേ. അപ്പോൾ അവർ റിലീസ് യുവർ എക്സ് എന്ന് പറയുമ്പോൾ അവർ ഐ തിങ്ക് അവർ ആ എക്സിനെ റിലീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് പാസ്റ്റ് എന്തെങ്കിലും റിലീസ് ചെയ്യാനുണ്ടാവാം, നിങ്ങളുടെ ഭാഗത്ത് നിന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് പാസ്റ്റിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവരെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടാവും. പാസ്റ്റിൽ അവർക്ക് റിലേഷൻ ഉണ്ടായിരുന്നതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ റിലീസ് ചെയ്ത് കളയാൻ അവർ തയ്യാറാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒരു മെൻഡിങ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അത് സീക്രട്ടായിട്ട് വെച്ചത് മേ ബി ഈ ഒരു കാര്യമായിരിക്കാം, എന്നിട്ട് ആ ഒരു പാസ്റ്റ് പേഴ്സൻ്റെ കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ അടുത്ത് മറിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ അവരതിനെ എന്തായാലും നിങ്ങൾ തമ്മിലുള്ളത് ബെറ്റർ ആക്കണം എന്ന രീതിയിലാണ് അവരുടെ മനസ്സിൽ. അവരതിന് വേണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, സോ ഇവിടെ ലേശം ഇപ്പോൾ ടെൻഷനുള്ള സമയമായിരിക്കും നിങ്ങൾക്ക്, പക്ഷെ അത് മാറി വരും. ഓക്കെ, സിറ്റുവേഷൻ ബെറ്റർ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഓക്കെ, എന്തായാലും ഇവിടെ പോസിറ്റീവ് നമുക്ക് ലാസ്റ്റ് 2 കാർഡ് നമുക്ക് വളരെ പോസിറ്റീവാണ് ഫ്യൂച്ചറിലേക്ക്. സോ നിങ്ങൾ ഫേറ്റഡ് കണക്ഷൻ ആണ് നിങ്ങളുടെ, അതങ്ങനെ എൻഡായി പോകുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഓക്കെ, നമുക്കിനി സെക്കൻഡ് പൈൽ ഡോഗിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ പിന്നെ നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ടാരോ ഒന്ന് എടുക്കാം. ഓക്കെ, ഐ തിങ്ക് ഇവിടെ 2 സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും. ചില കാർഡ്സ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഇത് വരുന്നതാണ്. ഒരു സിനാരിയോ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ 2 പേഴ്സൺ ഉള്ളതായിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ 2 വ്യക്തികളുണ്ട്. ഓക്കെ, അതിലൊരാളോട് നിങ്ങൾക്ക് വളരെയധികം അറ്റാച്ച്മെന്റ് ഉണ്ടാവാം. ഒരാൾ നിങ്ങളോട് കെയർ കാണിക്കുന്ന രീതിയിലായിരിക്കും. ഓക്കെ, വേറൊരാൾ ലേശം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് അങ്ങനെ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കും. അത് എംപ്രറായിട്ട് തന്നെ എടുക്കണമെന്നില്ല, ഹസ്ബൻഡ് ഓർ വൈഫായിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള പേഴ്സൺ വളരെ ഈഗോയിസ്റ്റിക് ആണ് എന്നും പറയാം. ഓക്കെ, 2 തരത്തിലും നമുക്ക് പറയാം. നല്ല ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കുറച്ച് ഈഗോ ഉള്ള ആളാണ് എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ എന്തായാലും സ്നേഹം എന്ന ഫീലിങ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളോട് ഫീലിങ്സ് എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്.
ഐ തിങ്ക് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിന്ന് ഏത് വേണം എന്നുള്ള, ഇത് ലവേഴ്സ് കാർഡ് ആണ്. ഓക്കെ, അപ്പം ഞാൻ അത് പറഞ്ഞ പോലെ ഇവിടെ 2 സിറ്റുവേഷൻ നമുക്ക് പറയാം, 2 റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഉണ്ടാവാം. ഒന്ന്, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അങ്ങനെ ഒരു മാരേജ് പാർട്ട്ണർ, പിന്നെ ഒന്ന് വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ പറയാം. ഐ തിങ്ക് അത് തന്നെയായിരിക്കും കൂടുതൽ ഇവിടെ മാച്ച് ആവുക. പിന്നെ ഐ തിങ്ക് അത് തന്നെയാണ് കൂടുതലും എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങളൊരു ചോയ്സ് എടുക്കേണ്ട കാര്യമാണ് ഇവിടെ. ലവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് നിങ്ങളുടെ ലവർ എനർജി എന്ന രീതിയിൽ നമുക്ക് പറയാം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 2 പേഴ്സൺ ആണെങ്കിൽ ഒരാളോട് നിങ്ങൾക്ക് ആ സ്നേഹമുള്ള രീതിയിൽ നമുക്ക് പറയാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കും അവരോട്. ഓക്കെ, നിങ്ങൾ ഫീൽ ചെയ്യുന്ന സോൾമേറ്റ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് മാത്രമല്ല ഇതൊരു ചോയ്സിൻ്റെ കാർഡ് കൂടിയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇത് ചോയ്സ് എടുക്കുന്ന കാര്യമാണെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 2 പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആൻഡ് ഇതിവിടെ വിട്ടുപോകുന്ന ഒരു കാര്യമൊക്കെയാണ് കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു സിറ്റുവേഷൻ വിട്ട് മാറി പോകേണ്ടതായിട്ട് ഒരു ചോയ്സ് എടുക്കാനുണ്ടാവാം. ഓക്കെ, ഒരു ചോയ്സ് എടുക്കാനുണ്ടാവാം. നിങ്ങളിത് വിട്ടു ഇതിൽ നിൽക്കണോ വിട്ടു പോകണോ, അതായത് ഒരു സിറ്റുവേഷനിൽ നിന്ന് വിട്ടു പോകണോ നിൽക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ ഐ തിങ്ക് ഉണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് പക്ഷേ കുറച്ച് നഷ്ടങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ആണ്. അതായത് ഫൈനാൻഷ്യലി ലോസോ കാര്യങ്ങളോ. ഐ തിങ്ക് നിങ്ങളിപ്പോൾ മാരീഡ് ആണെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകാനൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കപ്പോൾ ചിലപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, കുട്ടികളൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ആ കാര്യങ്ങളും ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ചില സിറ്റുവേഷൻസ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പക്ഷെ അതിൽ നിന്ന് വിട്ട് മാറിപ്പോവാനാണ് നിങ്ങൾ ആലോചിക്കുന്നത്. എനിക്ക് ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകാൻ, അത് മോസ്റ്റ്ലി നിങ്ങൾ മാരേജിൽ നിന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇനിയിപ്പോൾ എൻ്റെ മാരേജ് വിട്ടു പോകാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടമുള്ള വ്യക്തി ആണെങ്കിൽ പോലും നിങ്ങൾ അവരെ മേ ബി വിട്ട് മാറിപ്പോകാൻ ആലോചിക്കുകയായിരിക്കും. 2 സിനാരിയോയും പറയാം. പക്ഷെ കൂടുതലും എനിക്കിവിടെ മാരേജ്, കാരണം ഇവിടെ ഒരു ഇത് ലോസ്, ഫൈനാൻഷ്യൽ ലോസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഒരു ഡൈവേഴ്സിൻ്റെ നമ്മൾ മാച്ച് ഇവിടെ പറയാറുണ്ട്. ഡൈവേഴ്സ് ആയാലും ശരി, അല്ലെങ്കിലും നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് പെർ റിലേഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് ഒഴിയല്ലേ നമ്മൾ, അല്ലേ? അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കാരണം ഇവിടെ മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മൂവ് ഓണിൻ്റെ ഒരു മൂവ് ഓൺ ചെയ്യുന്നതിൻ്റെ ഒരു എനർജി കൂടെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ആലോചിക്കുന്നത് മൂവ് ഓൺ ചെയ്യണം എന്നായിരിക്കും. ആക്ച്വലി ഇവിടെ വേറൊരു സിനാരിയോ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി മാരീഡ്, ഞാൻ പറഞ്ഞ പോലെ മാരീഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, മേ ബി ആ ലൈഫിൽ അതിൽ നിന്ന് ചിലപ്പോൾ ഡൈവേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവാം. ഓക്കെ, ഇതിങ്ങനെ വെക്കാം. ഐ തിങ്ക് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, ഓക്കെ, രണ്ടും പറയാം, 2 സിനാരിയോ രണ്ടും പറയാം, നമുക്ക് മാറ്റിയെടുത്തോളാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഐ തിങ്ക് അവർ വളരെ ഈഗോ ഉള്ള പേഴ്സണൊക്കെ ആയിരിക്കും. ഓക്കെ, ഈഗോ ഉള്ള പേഴ്സൺ ആണെന്ന് പറയാം, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ആണെന്ന് പറയാം. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലവർ ഡൈവേഴ്സ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടാവാം, ഡൈവേഴ്സിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവാം. അങ്ങനെ ആയിരിക്കാം. മേ ബി നിങ്ങളുടെ ലൈഫിൽ വേറൊരു പേഴ്സൺ കൂടി വന്നിട്ടുണ്ടാവും. ഓക്കെ, വേറൊരു പേഴ്സൺ കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഐ തിങ്ക് ആ ചോയ്സ് നിങ്ങൾ ആലോചിക്കുകയാണ്, ദാറ്റ് ഞാൻ ഈ മാരേജ് വിട്ട് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകണോ എന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളെ കെയർ ചെയ്യുന്ന വേറെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. ഓക്കെ, ആൻഡ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് എന്തായാലും കാണുന്നുണ്ട്. സോ ഐ തിങ്ക് ഇവിടെ ഡൈവേഴ്സോ കാര്യങ്ങളോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അത് നടക്കുന്ന പോലെയാണ്. ഐ തിങ്ക് നിങ്ങളൊരു റിലേഷൻഷിപ്പ് വിട്ടു പോകുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ മേ ബി ഓൾറെഡി വേറെ വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ വരാനുള്ള സാധ്യതയാണെന്ന് പറയാം. എനിക്ക് അങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട്. സോ മൂവ് ഓണിൻ്റെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങളിപ്പോൾ ഐ തിങ്ക് ഇതാണ് കൂടുതൽ മാച്ച് ആവുക. ഇവിടെ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളത് വിട്ടു പോകുന്നു, അല്ല നിങ്ങളുടെ ലൈഫിലുള്ള പേഴ്സൺ നിങ്ങളെ വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി, അത് റിലേഷൻഷിപ്പ് ആയാലും ശരി. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ഐ തിങ്ക് ആ സിറ്റുവേഷനിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതിവിടെയും പക്ഷേ എന്തോ ലോസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലേശം. ഓക്കെ, വിട്ടുപോകാൻ ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവുമായിരിക്കും. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒന്നും എന്താ പറയുക, അവിടുന്ന് ഒരു മൂവിങ് ഓണിൻ്റെ എനർജിയാണ് ഇവിടെ വളരെ അധികം എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ലൈഫിൽ വേറൊരു വ്യക്തി വരുന്നതായിട്ടോ നിങ്ങളുടെ ലൈഫിൽ വേറെ റിലേഷൻഷിപ്പ് വരുന്നതായിട്ടോ ഓൾറെഡി വന്നിട്ടുണ്ടാവാം അങ്ങനെ ആരെങ്കിലും. ഓക്കെ, ആൻഡ് ഇവിടെ മേ ബി നിങ്ങളുടെ ലൈഫിൽ പക്ഷേ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ വരുന്നതായിട്ടും കൂടി എനിക്ക് കാണുന്നുണ്ട്. സോ നോക്കാം, നമുക്ക് ഈ ഇതിലും കൂടി ഒന്ന് നോക്കട്ടെ. അൺസാറ്റിസ്ഫൈഡ് ചേസർ റെമിനിസിങ്. ഓക്കെ, ആക്ച്വലി നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് എവിടെയോ നിങ്ങൾ പാസ്റ്റിലെ ചില നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു വിഷമം ഉണ്ട് വിട്ടു പോകാൻ. ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ആ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആയാലും ശരി, അല്ല നിങ്ങൾ വേറെ റിലേഷൻഷിപ്പ് ആയാലും ശരി, ആ പേഴ്സണുമായിട്ട് മേ ബി നിങ്ങൾ മുൻപ് വളരെ നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കും. പക്ഷെ അവർ പിന്നെ ഒരു ഈഗോ ഒക്കെ വന്ന് അവിടെ ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു അൺസാറ്റിസ്ഫൈഡ് വന്നിട്ടുണ്ട്. ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് ആർ ഗോയിങ്.
ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഐ തിങ്ക് റിലേഷൻഷിപ്പ് ഒരു മുന്നോട്ട് പോയത് നല്ല ഇതിലല്ല. ഓക്കെ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനും നിങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നുണ്ടാവും മേ ബി. ഓക്കെ, പേഴ്സൺ നിങ്ങളെ മൈൻഡ് ചെയ്യാതെയോ അല്ലെങ്കിൽ ഈഗോ കാണിക്കുക, അങ്ങനെ കൺട്രോളിങ് ആയിരുന്നു, അങ്ങനെയൊക്കെ വലുതൊക്കെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് ചേസർ എന്നും കാണുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങളായിരിക്കും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നത്, അറ്റൻഷൻ അങ്ങോട്ട് കൊടുത്ത് അവർ പിന്നാലെ നിങ്ങൾ പോയിക്കൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഐ ഡോണ്ട് വോണ്ട് ടു ചേസ് എനി മോർ എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ ചേസ് ചെയ്യുന്ന പോലെ എനിക്ക് കാണുന്നില്ല. ഈവൻ മാരീഡ് ആയാലും അല്ലെങ്കിലും ശരി. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ഇത്രയും കാലം ചേസ്, നിങ്ങൾക്ക് ആ പേഴ്സണോട് സ്നേഹം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ നിങ്ങൾ ചേസ് ചെയ്ത്. അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വിട്ട് കളയണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം നിങ്ങൾ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് പക്ഷെ മേ ബി ഒരു പുതിയ വ്യക്തി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വരും. ഓക്കെ, കാരണം അത് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് വരുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഒരു നമ്മളെപ്പോഴും പറയില്ലേ, പാസ്റ്റിൽ ചില കാര്യങ്ങളെ നമ്മളൊന്ന് വിട്ട് കളയുമ്പോഴാണ് നമുക്ക് പുതിയ ബ്ലെസ്സിങ് വരിക എന്ന് പറയും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവാം ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നമുക്ക് forgiving and learning, it is safe for you to love. Okay, as you release and heal the past, you experience more love in your present. Okay, ആക്ച്വലി തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഐ തിങ്ക് പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യമുണ്ട്. പാസ്റ്റിനെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വിട്ട് മാറിപ്പോവുക എന്ന രീതിയിൽ. ഓക്കെ, അതിൽ നിന്ന് അല്ലെങ്കിൽ അത് ഹീലായി വരുമ്പോൾ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും എന്നും പറയാം ചിലവർക്ക് കേട്ടോ. ഓക്കെ, നിങ്ങൾ അതായത് നിങ്ങൾ നമ്മൾ പറയില്ലേ പാസ്റ്റിലെ ഫൊർഗിവ്നെസ് ചെയ്യണം നമ്മൾ നല്ലോണം. ഓക്കെ, ഫൊർഗിവ്നെസ് ഒക്കെ ചെയ്താൽ മേ ബി ആ റിലേഷൻഷിപ്പ് തന്നെ ചിലപ്പോൾ ബെറ്റർ ആയിട്ട് വരും എന്ന രീതിക്ക് നമുക്ക് പറയാം. അങ്ങനെ എടുക്കാം. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ആ റിലേഷൻഷിപ്പ് ബെറ്റർ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചുകൂടി നല്ലതിൽ വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യുക. ആ റിലേഷൻഷിപ്പ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻസ്. നിങ്ങൾക്ക് വേറെ സ്നേഹം ആക്ച്വലി കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ വേറെ പുതിയ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ പഴയ പേഴ്സൺ ചിലപ്പോൾ മാറിയിട്ട് വരുന്നതായിരിക്കാം, രണ്ടും ആവാം. ഓക്കെ, ഇറ്റ് ഇസ് സേഫ് ഫോർ യു ടു ലവ്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗിവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ. നിങ്ങളോട് പറയുന്നത് ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ചില നഷ്ടങ്ങൾ വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ പിന്നീട് നിങ്ങൾ സ്നേഹത്തിനോട് ഒരു എന്താ പറയുക ടോട്ടലി നിങ്ങൾ ബ്ലോക്ക് ആക്കണ്ട നിങ്ങളുടെ മനസ്സിനെ, ഹാർട്ടിനെ. ഓക്കെ, ഓപ്പൺ ആക്കി വെക്കുക. മേ ബി അതായിരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ പുതിയൊരു പേഴ്സൺ വരാനുള്ള ചാൻസ് ആണെന്ന്. മേ ബി നിങ്ങൾക്ക് വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അറിയിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തരാൻ വരുമായിരിക്കും. ഓക്കെ, പക്ഷേ ഇതൊരു സിനാരിയോ എനിക്ക് ഇവിടെ മൂവ് ഓൺ തോന്നുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ വിട്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഡൈവേഴ്സ് ഈവൻ മാരേജ് ആണെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെ അല്ല നിങ്ങൾ വേറെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ പേഴ്സൺ ഈഗോ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ട് മൂവ് ഓൺ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ അവർ ബെറ്റർ ആയിട്ട് വരും. അവർ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ചിലപ്പോൾ ബെറ്റർ ആയിട്ട് വരാനുള്ള സാധ്യതയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ പുതിയ വ്യക്തി വരാനുള്ള ചാൻസുമാണ്. സോ രണ്ട് സിനാരിയോ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ശരി, ഇവിടുന്ന് ഒരു മൂവിങ് ഓൺ എനിക്ക് കാണുന്നുണ്ട്. ഐ തിങ്ക് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇവിടെ ആവശ്യമാണ്. എനിക്ക് ഈ റിലേഷൻഷിപ്പ് എന്നായാലും എന്ത് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലായാലും നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ എന്തായാലും ഇപ്പം ഇങ്ങനെ ഈ ഒരു ലെവലിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾ അതിനെ പാസ്റ്റ് ഫോർഗീവ് ചെയ്ത് വിടുകയും ചെയ്തേക്കുക. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേറെ നിങ്ങൾ അർഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്നേഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, സോ ഒക്കെയാണ് നമ്മുടെ സെക്കൻഡ് പൈലിൻ്റെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.